വെൽക്കം ടു മെഡ് ഹെഡ് അപ്പ്. ഇന്ന് പഠിക്കുന്നത് ഹെമാറ്റനിക്സ് ആണ് കേട്ടോ. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, മറ്റുള്ളതുപോലെ തന്നെയാണ്. ഹെമാറ്റനിക്സ് എന്ന് വെച്ചാൽ മെഡിക്കൽ ഏജന്റ് യൂസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് അനീമിയ ഓർ ഇൻക്രീസ് ദ ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ഇൻ ബ്ലഡ്. ഹെമാറ്റനിക്സ്, അതായത് ബ്ലഡുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഹെമാറ്റനിക്സ് ചില മെഡിക്കൽ ഏജൻസ് ആണ്. നമ്മൾ അനീമിയോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ബോഡിയിൽ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് ഹെമാറ്റനിക് അല്ലെങ്കിൽ ഹെമാറ്റനിക് ഏജൻസ് എന്ന് പറഞ്ഞില്ല കേട്ടോ. സോ അതിൽ ഫസ്റ്റ് വൺ ഈസ് ഫെറസ് സൾഫേറ്റ്. എല്ലാവർക്കും അറിയുന്ന സാധനമാണ് ഫെറസ് സൾഫേറ്റ്. FeSO4 7H2O ആണ്. സോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. 98 പോയിന്റിൽ കുറയാനും പാടില്ല, 105.0 കൂടാനും പാടില്ല കേട്ടോ. ഈ O എന്ന് വെച്ചാൽ 1 നോട്ട് ആണ്, 0 ആട്ടോ ഞാൻ പറയുന്നത്. ഓഫ് H2O ആണ്. സോ സിനോണിം ഗ്രീൻ വിട്രിയോൾ, മറന്നു പോയത് ഗ്രീൻ വിട്രിയോൾ. ചില ആൾക്കാർ കോപ്പർ ആണെന്നും പറഞ്ഞ് തിരിഞ്ഞു പോകാറുണ്ട് കേട്ടോ. സോ പ്രിപ്പറേഷൻ സിന്തസൈസ്ഡ് ബൈ റിയാക്ടിങ് അയൺ വിത്ത് സൾഫ്യൂരിക് ആസിഡ്. സോ നമ്മൾ അയണും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഫെറസ് സൾഫേറ്റ് ഉണ്ടാക്കുന്നത്. ബ്ലൂയിഷ് ഗ്രീൻ ക്രിസ്റ്റൽ ആണ്, ലൈറ്റ് ഗ്രീൻ പൗഡർ ആണ്, ഓർഡർലെസ് ആണ്, എഫ്ലോറസൻ ഇൻ ഇയർ, ഓക്സിഡൈസിങ് റാപ്പിഡ്ലി ടു ബ്രൗൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇന്ന് തുരുമ്പ് പിടിക്കുമ്പോൾ എന്ത് കളറാണ്, ഒരു ബ്രൗണിഷ് കളർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എയറുമായിട്ട് അല്ലെങ്കിൽ ബന്ധം ഉണ്ടെങ്കിൽ ഓക്സിഡൈസിങ് ഒക്കെ നടക്കുമ്പോൾ ഒരു ബ്രൗണിഷ് കളറിലേക്ക് മാറും. ഇനി പ്യൂരിറ്റി നമ്മൾ അറിയുന്ന സൊല്യൂഷനും പിന്നെ മാംഗനീസ്, pH, ക്ലോറൈഡ് ഒക്കെയാണ് നമ്മൾ നോക്കുക. പ്യൂരിറ്റി നമ്മൾ അറിയുന്നത് ഇന്ന സാധനങ്ങളുണ്ടോ, ഇതൊക്കെ ഇല്ലെങ്കിൽ പ്യൂർ ആണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. സോ അസേ ചെയ്യുന്നത് കണ്ടക്റ്റഡ് ത്രൂ സെറിമെട്രി ഓർ പെർമാഗ്നോമെട്രി. ഒന്നെങ്കിൽ സെറിമെട്രിയോ അല്ലെങ്കിൽ പെർമാഗ്നോമെട്രിയോ ആണ് ചെയ്യാൻ. നമുക്ക് നോർമലി ഈ സെറിമെട്രിയോ പെർമാഗ്നോമെട്രിയോ നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. മെഡിസിൻ യൂസ്, പ്രൈമറി യൂസ് ഹെമാറ്റനിക്സ് തന്നെയാണ് കേട്ടോ, വേറെ അങ്ങനെ അധികം ഉപയോഗങ്ങളില്ല. സ്റ്റോറേജ് ലൈറ്റ് മോയ്സ്ചറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫെറസ് സൾഫേറ്റ് FeSO4 7H2O ആണ്, ഗ്രീൻ വിട്രിയോൾ ആണ്, സൾഫ്യൂരിക് ആസിഡ് പ്ലസ് അയൺ ആണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ, ഹെമാറ്റനിക്സ് ആണ്. ഇത്രയും മെയിൻ പോയിന്റ്സ് നോക്കി വെക്കുക കേട്ടോ. സോ രണ്ടാമത്തെന്ന് വെച്ചാൽ ഫെറസ് ഗ്ലൂക്കോനൈറ്റ് ആണ്. C12H22FeO14 XH2O ആണ്. സോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. 95.0 ആൻഡ് മോർ ദാൻ 102.0 ആണ് നമ്മൾ പറയുക. ഓഫ് C12H22FeO14 ആണ്. കാൽക്കുലേറ്റ് ആസ് എ ഡ്രൈഡ് ബേസ്. നമ്മൾ ബേസിക്കലി ഫെറസ് ഗ്ലൂക്കോനൈറ്റ് ഡ്രൈഡ് ബേസിലാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. സോ പ്രിപ്പറേഷൻ പറയുവാണെങ്കിൽ യെല്ലോയിഷ് ഗ്രേ ഓർ പെയിൽ ഗ്രീനിഷ് യെല്ലോ പൗഡർ ഓർ ഗ്രാനുൾസ്, സ്ലൈറ്റ് ഓർഡർ റിസംബ്ലിംഗ് ബേൺഡ് ഷുഗർ. സോ ബേസിക്കലി ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, പ്രിപ്പറേഷനിലെ പ്രോപ്പർട്ടീസിനെ പറ്റി പറയുവാണെങ്കിൽ ചെറുതായിട്ടൊരു യെല്ലോയിഷ് ഗ്രേയും അല്ലെങ്കിൽ ഒരു പെയിൽ ഗ്രീനിഷ് യെല്ലോ പൗഡർ ആയിട്ട് ഉണ്ടാവുക. ചെറിയൊരു സ്മോക്ഡ് അല്ലെങ്കിൽ ബേൺഡ് ഷുഗറിലെ ഒരുമാതിരി ഒരു ബ്രൗണിഷ് ആയിട്ട് സ്മെല്ല് കിട്ടില്ല, ഒരുമാതിരി ഒരു കാപ്പിയൊക്കെ ഭയങ്കരമായിട്ട് ഒരു കുത്തുന്ന മണം, ആ ഒരു മണം നമുക്ക് കിട്ടൂട്ടെ. ബേൺഡ് ഷുഗർ, കരിഞ്ഞ പഞ്ചസാരേൻ്റെ ഒക്കെ മണം ഏകദേശം അതുപോലെയാണല്ലോ അല്ലേ. സോ ടെസ്റ്റ് ഓഫ് പ്യൂരിറ്റി പറയുവാണെങ്കിൽ ഫെറിക് അയൺ, ആഴ്സനിക്, ഹെവി മെറ്റൽ, ലോസ് ഓൺ ഡ്രൈങ്, ക്ലോറൈഡ് ഒക്കെയാണ് ചെയ്യുന്ന ടെസ്റ്റുകൾ. അസൈ ചെയ്യുന്ന സെയിം തന്നെ കേട്ടോ, സെറിമെട്രി ഓർ പെർമാഗ്നോമെട്രി തന്നെയാണ്. മെഡിസിൻ യൂസ് ഹെമാറ്റനിക് ആണ്. പിന്നെ സെയിം ലൈറ്റ് ആൻഡ് മോയ്സ്ചറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് എഴുതാം കേട്ടോ. സ്റ്റോറേജ് ഷുഡ് ബി പ്രൊട്ടക്ട് ഫ്രം ലൈറ്റ് ആൻഡ് മോയ്സ്ചർ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കോമ്പൗണ്ടിൽ എഴുതാമെന്നുള്ളതാണ്. സോ സമ്മറി പറയുവാണെങ്കിൽ ഹെമാറ്റനിക്സ് ക്രൂഷ്യലാണ്. അനീമിയയ്ക്കും ഹീമോഗ്ലോബിൻ ലെവൽ കൂടാൻ വളരെ അത്യാവശ്യമാണ്. കോമൺലി യൂസ് ചെയ്യുന്ന 2 ഡ്രഗാണ് ഫെറസ് സൾഫേറ്റും ഫെറസ് ഗ്ലൂക്കോനൈറ്റും. പിന്നെ അതിൻ്റെ സോൾട്ടുകളും പ്രിഫർലി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ലോ സൈഡ് എഫക്ട്സ് ആണ്. സോ ബേസിക്കലി ചെയ്യുന്ന ടെസ്റ്റുകൾ സെറിമെട്രി അല്ലെങ്കിൽ പെർമാഗ്നോമെട്രി ആണ് ചെയ്യുന്ന അസേ അല്ലെങ്കിൽ ക്വാളിറ്റി നോക്കുന്ന 2 ടെസ്റ്റുകൾ കേട്ടോ. ഇത്രയേ ഉള്ളൂ, അധികം ഒന്നും പഠിക്കാനില്ല. ബാക്കിയുള്ള റെഫറൻസ് നോട്ട് വായിക്കാം. സോ നെക്സ്റ്റ് ആണ്, ബൈ.